വലിയ നോമ്പുകാലം 15-ാമത്തെ ദിവസമാണ് ഇന്ന്. കർത്താവിനോടൊപ്പം പലരും കാൽവരി മലയിലേക്ക് നടക്കുന്നു. നമ്മുടെ ഭാവനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എല്ലാവരും അവനെ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതം കാൽവരി മലയിലേക്കുള്ള യാത്രയാണല്ലോ. ബെത്ലഹേം മുതൽ കാൽവരി വരെയുള്ള യാത്ര. കാൽവരി മലയിൽ നാട്ടിയ കുരിശിൻ്റെ നിഴൽ ബെത്ലഹേം വരെ എത്തി നിന്നിരുന്നു എന്നാണ് ഫുൾട്ടൻ ജെഷീൻ ഈശോയുടെ ജീവചരിത്രം വിവരിക്കുമ്പോൾ പറയുക. അവൻ്റെ യാത്രയിൽ പലരെയും അവൻ കണ്ടുമുട്ടിയിരുന്നു. പലരും അവനെ കണ്ടുമുട്ടാൻ ശ്രമിച്ചു. അവനെ തൊട്ടു, അവൻ തൊട്ടു. അവർ സുഖപ്പെട്ടു. അവർ നിത്യജീവന് അർഹരായി. എനിക്കും അവനെ കാണണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ദൈവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അവനെ കാണാനായി നാം ഇരിക്കാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നാം വായിക്കുമ്പോൾ അവനെ കാണാൻ നാം ശ്രമിക്കാറുണ്ട്. അവൻ നമ്മെ കാണുന്നു. എൽ റോയി, ദൈവം എന്നെ കാണുന്നു. അതൊരു ധൈര്യമാണ്, അതൊരു ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ അവൻ ഒരുക്കിയിരിക്കുന്ന അവൻ്റെ ദൈവികമായ റേഞ്ചിലാണ് നാം. അവൻ്റെ കാഴ്ചയിൽ, അവൻ്റെ നോട്ടത്തിൽ എന്നെ സുഖപ്പെടുത്തുന്നതും എനിക്ക് വെളിപ്പെടുത്തി തരുന്നതുമായ വലിയ ശക്തിയുണ്ട്. അതിൽ നാം നിരന്തരം സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ എന്നെ അകറ്റി ഉപേക്ഷിച്ച് മാറ്റി നിർത്തുമ്പോഴും എൽ റോയ്, അവൻ എന്നെ കാണുന്നു. ഇത് നിരന്തരമായി നമ്മളുള്ള ഒരു മനോഭാവവും നമുക്കുള്ള ശക്തിയുമാണ്. എന്നാൽ ഈ നോമ്പുകാലത്തുണ്ടാകേണ്ട മനോഭാവം മറ്റൊന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഈശോയെ എന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ കാണപ്പെടുന്നതായിട്ട് എനിക്കൊരു ഭാവമുണ്ടോ? കാണപ്പെടാനായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടാറുണ്ടോ? എൻ്റേതായ വലിയ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണ്. മർത്തായെപ്പോലെ പല കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണ്. കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, നീ പല കാര്യത്തിൽ വ്യാപൃതയാണ്, പ്രധാനപ്പെട്ടത് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വലിയ ലോകത്തിൽ ഞാൻ സൃഷ്ടിക്കുന്ന ഒരു ചെറിയ ലോകമുണ്ട്. അതിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന ഭാവത്തിൽ വേലി കെട്ടി ഞാൻ കഴിയുന്നു. ആരും അറിയരുത്, ആരും എന്നെ കാണരുത്. അങ്ങനെ എൻ്റെ ലോകത്തിൽ ഞാൻ ചുരുങ്ങിത്തീരും. ഞാനും എനിക്കും എൻ്റേതും. സ്വാർത്ഥതയുടെ മാളത്തിലെ വാസം. ആരും കാണാതെ ഇടയ്ക്കിടെ നാം ഇറങ്ങുകയും ചെയ്യും. എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കാണണം, എനിക്ക് വേണം. അവൻ കാണുന്നില്ല എന്നതാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത. രക്തസ്രാവക്കാരി സ്ത്രീയും അങ്ങനെയാണല്ലോ ചിന്തിച്ചത്. അവൻ അറിയാതെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിവുകളിൽ ഒന്ന് തൊടണം. അങ്ങനെ തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കും. എന്നാൽ കർത്താവ് അറിഞ്ഞു. കാരണം അവൻ അവളെ കണ്ടു എന്നതാണ്. ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ അവൻ കാണാനായി നാം ശ്രമിക്കുന്നുണ്ടോ? ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നാം സക്കയൂസിൻ്റെ കഥ വായിക്കുന്നുണ്ടല്ലോ. അത് വിവരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം സക്കയൂസ്, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ചെറിയവൻ, നിസാരൻ, അവൻ പാപി എന്ന് മുദ്രകുത്തപ്പെട്ടവൻ. ഈശോയെ ഒരു നോക്ക് കാണാൻ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അവനെ കണ്ടു, അവനെ വിളിച്ചിറക്കി, അവനോടൊപ്പം വീട്ടിൽ പോയി, അവനോടൊപ്പം ഭക്ഷണം കഴിച്ചു. അതൊരു മാനസാന്തരത്തിൻ്റെ വലിയ കഥയാണ്. എന്നാൽ മറ്റൊരു രീതിയിൽ സക്കയൂസിൻ്റെ സംഭവം ചിന്തിച്ചാലോ? ഈശോ എന്നെ കാണണം എന്ന ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ അവൻ്റെ മുന്നിലായിരിക്കാൻ സക്കയൂസ് ശ്രമിച്ചില്ലേ? സക്കയൂസ് അതാണ് ചെയ്തത്.
ചുങ്കക്കാരൻ ദൈവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് തന്നെയാണ് ചെയ്തത്. അവൻ്റെ ജീവിതം മുഴുവൻ കർത്താവ് കാണാൻ അവൻ ആഗ്രഹിച്ചു. ദൈവത്തിന് ഞാൻ കാണപ്പെടാൻ അനുവദിക്കുന്നുവോ എന്നതാണ് ഈ നോമ്പുകാലത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതോ ഞാൻ ചുരുങ്ങിയിറങ്ങി എൻ്റെ ലോകത്തിൽ എന്നിൽ എനിക്ക് സാധ്യമാകുന്ന നന്മകളും അതോടൊപ്പം തിന്മകളും ചെയ്ത് നാം ചുരുങ്ങിപ്പോവുകയാണോ? കാരണം നമ്മുടെ ചിന്ത അവൻ കാണുന്നില്ലെന്നുള്ളതാണല്ലോ. അല്ല, അവൻ കാണുന്നു. എൽ റോഹി. അതിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ കാണപ്പെടാൻ അനുവദിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പരമപരിശുദ്ധ കുർബാനയുടെ മുന്നിലായിരിക്കുമ്പോൾ ഈശോയെ കാണാൻ ശ്രമിക്കുന്നു. നല്ല കാര്യം. എന്നാൽ എന്നെ അവൻ കാണട്ടെ എന്ന മനോഭാവത്തോടെ ഹൃദയം തുറന്നു കൊടുത്താലോ? അവൻ കാണും. അത് അവൻ്റെ സ്വന്തമാക്കും. അവൻ സുഖപ്പെടുത്തും. അതിൻ്റെ ഫലമുണ്ടാകും. ദൈവവചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കട്ടെ എന്ന ഭാവത്തോടെ നാം വായിച്ചാലോ? എങ്കിൽ അത് സൗഖ്യദായകമാകും, ഫലവത്തായി തീരും നമ്മുടെ ജീവിതത്തിൽ. ഈ നോമ്പുകാലം പ്രത്യേകമായൊരു മനോഭാവം നമ്മിൽ വളർത്താൻ ഇടവരുത്തട്ടെ. ലെറ്റ് us be in front of the Lord, not only to see the Lord, but to be seen by the Lord. അവനെ കാണാൻ മാത്രമായി നാം അവൻ്റെ മുമ്പിലായിരുന്നാൽ പോരാ. എന്നെ ഈശോ കാണുന്നതിനായി അവൻ്റെ മുന്നിലായിരിക്കാം. അപ്പോഴാണ് രക്ഷാകരമായ നോട്ടവും ദൈവീകമായ വെളിപ്പെടുത്തലും നമ്മിൽ അവൻ നിറവേറ്റുന്നത്. അതുവഴി നാം സുരക്ഷിതരാകും. സക്കേവൂസിനോട് ഈശോ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ നമ്മോട് പറയും, നിന്നെ കാണാൻ അനുവദിച്ചതുകൊണ്ട് എനിക്ക് മറ്റൊന്നുമല്ല, ഇന്ന് നീ രക്ഷയുടെ പാതയിലേക്ക് കടന്നിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യത്തോടെ പോകാൻ നമുക്ക് അവൻ്റെ മുമ്പിൽ അവൻ കാണുന്നതിനായി നമുക്ക് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ്റെ അനുഗ്രഹം നമ്മിൽ നിറയും. ആമേൻ.